പത്തനംമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ മുറിയിലാണ് അനിയുള്ളത്. ആ ഒരു സമയം കനകയും ഗോവിന്ദനും ഒക്കെ സൗണ്ട് കേട്ടിട്ട് എണീറ്റിരുന്നു. അങ്ങനെ ചുറ്റുപുറം നോക്കിയിട്ട് അവർ സംശയം തോന്നിയിട്ട് ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മതിൽ ചാടുന്ന സൗണ്ട് കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആക്രമണം നടന്ന സ്ഥിതിക്ക് നന്ദുവിൻ്റെ ശത്രുക്കൾ എന്തായാലും ഇവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മോളുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവൾ മുറിയിൽ ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ കിടക്കുന്നത്. തൽക്കാലം നീ നന്ദുവിനെ ഇന്ന് കൂട്ടിയിരിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ കനകയോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, ശരിയാണ് ഗോവിന്ദൻ പറഞ്ഞത് ശരിയാണ്, ഇന്ന് അവളെ ഒറ്റയ്ക്ക് കിടത്താൻ പാടില്ല. അയ്യോ എന്തൊക്കെ അപകടങ്ങളാണ് ഇപ്പോൾ തന്നെ ഉണ്ടായത്. ഇനിയും ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വയ്യാതെ കിടക്കുന്ന സമയത്ത് നന്ദുമോൾക്ക് എതിർക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ അവളുടെ അടുത്ത് തന്നെ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിൻ്റെ മുറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ കനക കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ധൈര്യമുണ്ട്. എന്നെക്കുറിച്ച് അമ്മ എന്താ കരുതിയത്, അമ്മയ്ക്ക് അറിയാമല്ലോ നന്ദൂട്ടനെ കുറിച്ച്, പിന്നെ എന്തിനാ ഇങ്ങനെ എനിക്ക് കൂട്ടുകിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, നീ മിണ്ടാതെ അങ്ങ് ഇരുന്നാൽ മതി, പറഞ്ഞത് കേട്ട് അവിടെ ഇരുന്നാൽ മതി. എന്തായാലും ഇന്നത്തെ ദിവസം നിൻ്റെ കൂടെ ഒരാൾ വേണം, അത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരു സൗണ്ടൊക്കെ അച്ഛൻ കേട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിൻ്റെ കൂടെ ഞാൻ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അച്ഛൻ വല്ല തേങ്ങ വീണാലും ആൾ ചാടിയെന്നേ പറയുള്ളൂ. ചെറിയ സൗണ്ട് പോലും അച്ഛന് ആൾ വരുന്നതായിട്ടും കള്ളൻ വരുന്നതായിട്ടും ആണല്ലോ തോന്നാറുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് കുഴപ്പമില്ല, എന്ത് തന്നെയായാലും മോളുടെ അമ്മ കൂട്ടിന് കിടന്നോട്ടെ എന്ന് ഗോവിന്ദൻ പറഞ്ഞിട്ട് കനകയെ അവിടെ ആക്കിയിട്ട് പോവുകയാണ്. ആ സമയത്താണ് കട്ടിൻ്റെ ചോട്ടിൽ നമ്മുടെ അനി ഉണ്ടായിരുന്നു. അനിയാകെ പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ കനക ഗോവിന്ദന് പിന്നാലെ പോയിട്ട് കാര്യങ്ങളൊന്നും കൂടെ പറയുന്നുണ്ട്. എന്തായാലും ഗോവിന്ദേട്ട ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വിളിക്കേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അനി കട്ടിൻ്റെ ചോട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് നന്ദുവിനോട് യാത്ര പറഞ്ഞിട്ട് നന്ദുവിനെ പ്രണയം കൊണ്ട് ഒന്നുകൂടെ നെറ്റിയിൽ പിടിച്ചിട്ട് ഉമ്മ വയ്ക്കുന്നൊക്കെ ഉണ്ട്. ആ ഒരു ഇതിൽ നന്ദു നാണം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അനി പുറത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ കനക അകത്തോട്ട് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നന്ദു സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്താടി ഈ ഒരു സമയത്തും ഒരു പേടിയില്ലാതെ കൂസലില്ലാതെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നത്, ആരെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ കിടന്നുറങ്ങുന്നുണ്ട്. അതേസമയം നന്ദുവിൻ്റെ മനസ്സിൽ ഇവൻ പുറത്ത് കടന്നോ, ഇനി ആരെങ്കിലും കണ്ണിൽ പെട്ടിട്ടുണ്ടാവുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പിന്നെ അനി പോകുന്നതിന് മുമ്പ് തന്നെ ഉപദ്രവിച്ച ആളുകളെ കുറിച്ച് ചോദിച്ചതൊക്കെ നന്ദു ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് അവരെ തേടിയിട്ട് അവരെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു കൊടുത്തതാണല്ലോ, ഇനിയിപ്പോൾ അവരെ തേടിയിട്ട് ഫ്രണ്ട്സ് ഒന്നിച്ച് അവന് പോവുമോ, ഇനി വല്ല അപകടവും ഉണ്ടാക്കി വെക്കുമോ എന്നുള്ള ഭയമൊക്കെ നന്ദുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നന്ദു മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ തന്നെ അനി നേരെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് പോയത്. എന്നിട്ട് നന്ദു തന്നെ ഉപദ്രവിച്ചവരുടെ ഡീറ്റെയിൽസൊക്കെ അനിക്ക് കൊടുത്തിരുന്നു. അത് വെച്ചിട്ട് ഫ്രണ്ട്സുമായിട്ട് അനി സംസാരിച്ചിട്ട് അവരെ വെറുതെ വിടാൻ പാടില്ല, അവരെ പിടികൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് അനി നന്ദുവിന് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ട് പോവുകയാണ്.